സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു ദിവസം എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏറ്റവും സുന്ദരനായ സ്ഥാനാർത്ഥിയാണ് അല്ലേ? കൊല്ലത്തിൻ്റെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ സാഗർ, നമസ്കാരം. ഇതിന് പറഞ്ഞു തുടങ്ങുന്നതിന് പറയട്ടെ, ഇത്ര ഒരു ആമുഖത്തിനൊന്നും ആവശ്യം സുരേഷിനില്ല എന്നെപ്പറ്റി. കാരണം ഞങ്ങളെല്ലാം സിനിമയിൽ ഒരു കാലത്ത് സ്ട്രഗിളേഴ്സായിരുന്നു. ഞാൻ സുരേഷിൻ്റെ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു, ഞാൻ എൻ്റെ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇന്ന് കാലങ്ങൾ കഴിഞ്ഞു. അതുകൊണ്ട് ബന്ധവും അതുപോലെ വളർന്നു. അതുകൊണ്ട് ഇത്രയും ആമുഖമൊന്നും വേണ്ട, ഞങ്ങൾ സഹോദരങ്ങളാണ്, തുടങ്ങിക്കോളൂ. അല്ല, എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് ലാസ്റ്റ് ലാപ്പിലാണ് ഇലക്ഷൻ്റെ 9 ദിവസം കൂടി മാത്രം. അതിനിപ്പോഴാണ് നമ്മൾ സംസാരിക്കാതിരിക്കുന്നത്. എന്താണ് ഇതുവരെയുള്ള പ്രതീക്ഷകളെ എങ്ങനെ കാണുന്നു? ആദ്യം പറഞ്ഞിട്ട് എനിക്ക് ലാസ്റ്റ് ലാപ്പ് ഫസ്റ്റ് ലാപ്പ് അങ്ങനെ ഇല്ല. കാരണം വെച്ചാൽ ഇതുവരെ നമ്മൾ ചെയ്തു വെച്ചതാണ് ബേസ്, അത് അടിസ്ഥാനമാണ്, പലതും കാണില്ല. പക്ഷെ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. കാരണം ഇതിനകത്ത് ഈ ജനങ്ങൾക്ക് ഒരു വിശ്വാസത്തിൻ്റെ വിഷയമുണ്ട്. കാരണം ഇതുവരെ ഭരിച്ചവർ ഞങ്ങൾക്ക് എന്ത് തന്നു, ഇനി വരാൻ പോകുന്നവർ എന്ത് തരും, ഇത് രണ്ടുമാണ്. ഇതിനകത്ത് ഇതുവരെ ഭരിച്ചത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു. 1 രൂപയുടെ വികസനം കേരളത്തിനുമില്ല, പ്രത്യേകിച്ച് കൊല്ലത്തിനുമില്ല. അപ്പോൾ ഇന്ന് നരേന്ദ്രമോദി കാണിച്ചു കൊടുക്കുകയാണ് ഈ വികസനം എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഒതുങ്ങേണ്ട കാര്യമല്ല, അത് ജനങ്ങളുടെ ജീവിതത്തിലെത്തണം. അത് അദ്ദേഹം കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇവിടെ നിന്ന് MLA യോ MP യോ BJP ഇല്ലാതിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ ബേസിക് മന്ത്രം എന്ന് പറയുന്നത് തന്നെ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നുള്ളതാണ്, സബ്കാ വിശ്വാസ്. കാരണം എല്ലാവരുടെയും വിശ്വാസം വേണം, എല്ലാവരും ജീവിതത്തിൽ വികസനം എത്തണം. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമ്മളിപ്പോൾ എടുത്തു കാണുന്നത് എന്താണെന്നറിയോ? ഒരു 40 കൊല്ലത്തോളമായിട്ട് അടഞ്ഞു കിടന്ന ഇവിടുത്തെ ബൈപ്പാസ് പണി ഏറ്റെടുത്ത് നടത്തി എന്ന് പറയുന്നു. അതിൻ്റെ 2ാം പാദം ഇപ്പോൾ പ്രധാനമന്ത്രി മോദി നടത്തുന്നു. അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം നവീകരണത്തിന് 380 കോടി കൊടുത്തിരിക്കുന്നു. ഇതൊന്നുമല്ലാത്ത പല കാര്യങ്ങളുണ്ട്. എത്ര സ്കീമുകൾ. ഇന്ന് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ, ഉൾപ്രദേശത്തോട്ട് പോകുമ്പോൾ, ജൽജീവൻ മിഷൻ ആയിക്കോട്ടെ, ജൻധൻ യോജന ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെൻഷൻ ആയിക്കോട്ടെ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 3 പദ്ധതിയുടെയെങ്കിലും ഗുണഭോക്താക്കൾ ഇല്ലാത്ത വീടില്ല. അതാണ് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ജാതിമത വ്യത്യാസം, രാഷ്ട്രീയ ഒന്നുമില്ലാത്ത കൊടുത്തിരിക്കുന്നത്. അപ്പം ജനങ്ങൾ ഇത് കാണുകയാണ്. ഇനി എത്ര ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും, എത്ര ഒരു RSP കാരനാണെങ്കിലും, കോൺഗ്രസ്സുകാരനാണെങ്കിലും അവർ ഉള്ളുകൊണ്ട് പറയുകയാണ്, നമ്മൾ നന്ദികേട് കാണിക്കാമോ ഈ ഒരവസരത്തിൽ? നമുക്ക് തന്നതാരാണ്? ദൈവം പൊറുക്കുമോ? അതാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നു. ചില സ്ത്രീകൾ, കാരണം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു അമ്മയായിരിക്കാം, സഹോദരിക്ക്, ആരും ആയിക്കോട്ടെ, അവരാണ് വീട്ടിലെ നാഥ എന്ന് പറയുന്നവരാണ്. നാഥനെ കൊണ്ട് എങ്കിൽ പോലും കാര്യങ്ങൾ നടത്തിക്കൊണ്ടുകൊണ്ട് എല്ലാവരും പറയും ഹൗസ് വൈഫ്. അമ്മയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല. ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്. എടാ, ഹൗസ് വൈഫിൻ്റെ അത്രയും വലിയൊരു ജോലി ലോകത്തില്ല. ഇത് മുഴുവൻ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ഷീ ഈസ് നോട്ട് എ ഹൗസ് വൈഫ്, ഷീ ഈസ് എ ഹൗസ് മാനേജർ. ഒരു വീട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടേറിയതും ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യവുമാണ്, ഒരു കഴിവ് വേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആ സ്ത്രീകളാണ് ഇത്തവണ നരേന്ദ്രമോദിക്ക് വേണ്ടി കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടത്തേക്കുള്ളൊരു പ്രവേശനം തന്നെ വളരെ ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പോകുന്നു, അവിടെ ഒരു കലുഷിതമായ അന്തരീക്ഷം, പക്ഷെ അതിനെ ഗംഭീരമായി ടാക്കിൾ ചെയ്തു. അത് എങ്ങനെ അതൊരു പക്ഷേ ഒരു നല്ല പിതാവ് എന്ന നിലയിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല വിദ്യാർത്ഥി എന്ന നിലയിലായിരിക്കും. എന്തായിരുന്നു അതിൻ്റെ ഒരു പിന്നിലുള്ളൊരു സത്യം? അല്ല, അതിനകത്ത് സുരേഷ് പറഞ്ഞ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മളിതൊന്നും കരുതി കൂട്ടി വരുന്നതല്ല. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കുറച്ച് കുട്ടികൾ നമ്മളെ തടയുന്നു, അതിനുശേഷം നമ്മൾ എന്തൊക്കെയോ പറയുന്നു. ഇതെല്ലാം ഒരു ചില സമയങ്ങളിൽ ദൈവാധീനം എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഗുരുത്വം എന്ന് പറയും. നമ്മളിതിനു മുമ്പ്, ഞാൻ എപ്പോഴും മക്കളോട് പറയുന്നതാണ്, നമ്മളെല്ലാവരെയും വണങ്ങിപ്പോവുക ജീവിതത്തിൽ. കാരണം നമ്മൾക്ക് പലപ്പോഴും തോന്നും അവർ വലിയവരാണ്, നമ്മൾ താഴെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മുകളിലാണ്, മറ്റുള്ളവർ താഴെയാണ്. ഇതെല്ലാം തെറ്റായ ധാരണ. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എല്ലാവരും തുല്യരാണ്. വ്യത്യാസങ്ങൾ പലതും നമുക്ക് തോന്നുന്നതാണ്. സുരേഷിൻ്റെ കഴിവുകളുണ്ട്, കഴിവിൻ്റെ പോരായ്മകളുണ്ട്, എനിക്കുമുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? പരമാവധി എല്ലാവരും സ്നേഹിച്ചു. പിന്നെ ആ കുട്ടികൾ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ പോലും ഞാൻ നോക്കുന്നത് എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ ബിഹേവ് ചെയ്യുന്നു. എംപതി എന്ന് പറയും, ലുക്ക് ഫ്രം ദ അതർ പേഴ്സൺ ഷൂസ് എന്ന് പറയും. അതായത് ആ പയ്യൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കാണും, ആ പയ്യനും സമൂഹത്തിൽ നന്നായി പറ്റും. നാളെ ഈ പയ്യന് ഞാനുമായി വളർന്നു വരുമ്പോൾ എവിടെയെങ്കിലും കാണേണ്ടി വരും. അപ്പോൾ ഓരോ പൗരന്മാരും നന്നായാലേ പറ്റും. അതുകൊണ്ട് ഞാൻ അവിടെ പറഞ്ഞത്, എൻ്റെ മക്കളോട് ഞാൻ എന്ത് പറയുന്നു, അതായത് നേരത്തെ പറഞ്ഞ പിതാവ്, പിന്നെ എൻ്റെ അനുഭവം. ആ പയ്യനും നന്നായി ഇല്ലെങ്കിൽ എന്തുണ്ടാവും? ആദ്യം അവരുടെ വീട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, പിന്നീട് അവൻ വളർന്ന് സമൂഹത്തിനൊരു ബാധ്യതയാവും. അങ്ങനെ ആയാൽ ഞാനും അനുഭവിക്കും, നിങ്ങളും അനുഭവിക്കും. അപ്പം അവനെ നമ്മൾ മോനെ ഇതല്ല ചെയ്യേണ്ടത്, ഈ സമയത്ത് നീ ചെയ്യേണ്ട ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തള്ളാം, അത് അവരുടെ ഇഷ്ടം. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കടമ അതാണ്. അല്ലാതെ അവിടെ അവൻ ചെയ്ത അതേ പ്രവൃത്തി ഞാനും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ താഴോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം
എനിക്ക് ഉയരാനാണ് ആഗ്രഹം എപ്പോഴും ജീവിതത്തിൽ. മറ്റുള്ളവരെ കണ്ട് നമ്മൾ അവരുടെ കൂടെ കൂടി നമ്മൾ ഉയരുന്ന പോലെ മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ട് പോവുക, ഇതാണ് എൻ്റെ ആഗ്രഹം. 2021 തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നു. വളരെ ഗംഭീര മത്സരം കാഴ്ചവെച്ച ഒരാളാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ലോകസഭാ മണ്ഡലത്തിലേക്ക് കൊല്ലത്തേക്കാണ് അതിനുള്ള നിയോഗം ഉണ്ടാകുന്നത്. ഈ കൊല്ലം എന്ന് പറയുന്ന സ്ഥലമായിട്ടൊരു ആത്മബന്ധം ഉണ്ടോ, അതോ ഈ കൊല്ലത്തേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു അത്തരമൊരു ആദ്യം കേൾക്കുമ്പോൾ? 2-3 തരത്തിൽ സുരേഷിന് തന്നെ എൻ്റെ ചോദ്യത്തിന് ഉത്തരവുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ധാരാളം കലാകാരന്മാരെയും ബന്ധപ്പെട്ടത്. കൃഷ്ണകുമാർ അതിനകത്ത് താഴെ നിൽക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ മോഹൻലാൽ, മമ്മൂട്ടി, മറ്റു ഉന്നതങ്ങളിൽ നിൽക്കുന്നവരെ തൊട്ട് ഏറ്റവും താഴെ തട്ട് വരെ നിങ്ങൾ കണ്ടു. അംഗീകരിക്കപ്പെട്ട കലാകാരന് എവിടെ ചെന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു പ്രശസ്ത കലാകാരനെ കാസർഗോഡ് നിർത്തിയാൽ എന്താ, തിരുവനന്തപുരത്ത് നിർത്തിയാൽ എന്താ, അവർ മേ ബി ജനിച്ചു വളർന്ന സ്ഥലം അവിടെ ആയിരിക്കാം, കുറച്ച് വേരുകൾ കൂടുതലും, പക്ഷെ അവർക്ക് വ്യാപക ബന്ധങ്ങൾ കാണുക. അത് 35 വർഷം ഞാൻ കലാരംഗത്തുണ്ട്. കൊല്ലത്ത് തന്നെ എത്രയോ ഡയറക്ടർ, എന്തിനാ AM നസീറൊക്കെ നിങ്ങളുടെ സുഹൃത്താണ്, സ്വാതി ഭാസ്കർ, ഇവരുടെയൊക്കെ സീരിയൽ ഷൂട്ട് ചെയ്ത കൊല്ലത്താ. ഇപ്പം നമ്മൾ തന്നെ ബന്ധം, നിങ്ങളുടെ ബേസ് കൊല്ലമാണ്, ഞാനയുമായി ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ബന്ധങ്ങളൊന്ന്, 2 കലാകാരൻ നിലനിൽ. അപ്പോൾ ഒരു സർപ്രൈസ് എലിമെൻ്റ് ഇതിനകത്തില്ല. പിന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ വേണമെങ്കിൽ ചെറിയൊരു സർപ്രൈസ് എലിമെൻ്റ് എന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്തെല്ലാം തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അസംബ്ലി അവിടെ നിന്നത്, അത് ആദ്യ ലിസ്റ്റിൽ ഇല്ലായിരുന്നപ്പോൾ ഞാനും വിചാരിക്കുന്നത് ഇനി ഞാൻ കാണില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ ചാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പാർട്ടിക്കാരത്ത് പറഞ്ഞു, എവിടെയൊക്കെ പരമാവധി എന്നെ വിടാമോ അവിടെയൊക്കെ വിടുക, പരമാവധി മറ്റ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്താം. 1. 2, കേരളത്തിന് പുറത്തെപ്പോഴും വിളിക്കാറുണ്ട്. ഉദാഹരണം മുംബൈ ആയിക്കോട്ടെ, ഗോവ ആയിക്കോട്ടെ, മലയാളി കേന്ദ്രീകരിച്ചിരിക്കുന്ന പോക്കറ്റ്സുകളിൽ നമ്മളെ വിളിക്കാറുണ്ട്. ഞാൻ അതിനും കൂടി കുറച്ച് ദിവസം വെച്ചേക്കണം. ഇതൊരു നീണ്ട തെരഞ്ഞെടുപ്പാണ്, ഇഷ്ടം പോലെ സമയമുണ്ട്, നമുക്ക് എവിടെ വേണോ പോയി പ്രവർത്തിക്കാം. ഇങ്ങനെയൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ അദ്ദേഹം വിളിച്ചു. പിന്നെ നമ്മുടെ ജാവ്ദേക്കർജി തൊട്ട് തലേദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ട്, ഫൈനലിൽ നിങ്ങളാവാൻ സാധ്യത, അതുകൊണ്ട് ഒന്ന് തയ്യാറെടുത്തോളൂ. അതുകൊണ്ട് വലിയൊരു ഞെട്ടലുണ്ടായില്ല. എങ്കിലും ഞാനൊന്ന് ആലോചിച്ചു എങ്ങനെയായിരിക്കും. കാരണം സംഘടനാ വ്യക്തികളായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ടെങ്കിൽ പോലും എത്ര പറഞ്ഞാലും നമുക്ക് നമ്മുടെ തിരുവനന്തപുരം പോലെ വേരുകളില്ല. അതൊക്കെ 2 ദിവസം കൊണ്ടൊന്ന് സംസാരിച്ച് റെഡിയാക്കി ഇവിടെ വന്നപ്പോൾ എനിക്കിപ്പോൾ തിരുവനന്തപുരത്തിനേക്കാൾ ബന്ധങ്ങൾ ഇവിടെയാണോ എന്നൊരു സംശയം. താമസം ഇങ്ങോട്ട് മാറുമോ? അല്ല, അത് എവിടെ ചെന്നാലും എൻ്റെ ഒരു പ്രത്യേകത, ഇലക്ഷൻ ജയിക്കാം തോക്കാം അത് വേറെ കാര്യം, പക്ഷെ ഏറ്റവും നല്ലൊരു വീട്ടിൽ നിറങ്ങുന്ന വിജയിക്കാൻ തന്നെയാണ് ഈ നിമിഷവും വിജയപ്രതീക്ഷ തരുന്ന സംഭവങ്ങളാണ് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എവിടെ ചെല്ലുന്നോ അവിടെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുക. പാർട്ടി എന്തിനെന്നെ ഇങ്ങോട്ട് അയച്ചു, അപ്പോൾ ഇയാൾ ശക്തനാണ്, ഇയാൾക്ക് അഴിമതിയോ മറ്റാരോപണങ്ങളോ ഇല്ലാത്തൊരു വ്യക്തിയാണ്, വികസനം താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഞാൻ തിരുവനന്തപുരത്ത് അത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഫ്ലൈ ഓവർ കൊണ്ടുവന്നതും മറ്റു കാര്യങ്ങളായിട്ട്. അപ്പോൾ കൊല്ലത്ത് പോയാൽ ഇയാൾ അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിപ്പിക്കാം എന്ന് പാർട്ടി നമ്മുടെ പുറത്തൊരു വിശ്വാസം വെച്ച് ഒരു ഉത്തരവാദിത്തം തന്നു. പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജോലി ചെയ്യാനാണ് ആഗ്രഹം. അതിൻ്റെ ഒരു സൂചന ഇന്നലെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇന്നലെ പ്രൈം മിനിസ്റ്റർ വന്നത് കാട്ടാക്കടെ സംസാരിക്കുന്ന സമയത്ത് എന്തോ നിവേദനം അദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ ഈ കൊല്ലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു രേഖ തന്നെ ആയിരിക്കും അത്. വികസനത്തിനേക്കാൾ ഞാൻ ആദ്യം ഇത് കൊടുത്തത്, വികസനം വളരെ ഈസിയാണ്. കാരണം നരേന്ദ്രമോദിജി എന്നൊരു വ്യക്തി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ജയിച്ചു വരുന്ന MP-മാർ അതെടുത്ത് വിളമ്പിയാൽ മാത്രം മതി. പക്ഷേ ഓരോ കോണുകളിലെ ചിലപ്പോൾ പ്രശ്നങ്ങൾ അവരറിയണമെന്നില്ല. ഈ പ്രശ്നങ്ങളും പരാതികളും കൃത്യ അളവിൽ അവിടെ എത്തിക്കണം. അപ്പോൾ എൻ്റെ കണ്ണിൽപ്പെട്ട 2 വിഷയങ്ങൾ, ഒന്ന് കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വളരെ നീറുന്ന പ്രശ്നങ്ങളാണ്. അതിന് പല നേതാക്കൾ ഇത്രയും കാലം കശുവണ്ടി പാവം പിടിച്ച തൊഴിലാളികളെയും ഇതുപോലെ ഇപ്പുറത്ത് പ്രഷർ കൊണ്ട് ആത്മഹത്യയിലോട്ട് നീങ്ങുന്ന പ്രൊഡ്യൂസർമാർ, അതായത് പണം മുടക്കുന്ന വ്യവസായികളെയും ഇരുകൂട്ടരെയും നശിപ്പിച്ച് ഇവരുടെ ഇടയിൽ നിന്ന് ചോര കുറ്റി കുടിക്കുന്നതാണ് കണ്ടത്. അതുകൊണ്ടാണ് ആ വ്യവസായം തകർന്ന് തരിപ്പണമായി പോയത്. ഇന്ന് 2-2.5 ലക്ഷം ആൾക്കാർ തൊഴിലില്ലാതെ കിടക്കുക. ഇവരുടെ പ്രശ്നം അതുപോലെ അവതരിപ്പിക്കാനൊരു പരിഹാരവും നിർദ്ദേശിച്ചിട്ടുണ്ട്. 1. 2, കടപ്പുറം ഒന്നാകെ കേരളത്തിൽ പ്രശ്നത്തിലാണ്. അതിൽ കൊല്ലത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഞാൻ കണ്ടു, അതിൽ ഇടപെട്ടു, കേന്ദ്ര സംഘത്തിനെ കൊണ്ടുവന്നു. അതിനും ഒരു ശാശ്വതമായ പരിഹാരം അതൊരു ദിവസം കൊണ്ട് പറ്റില്ല. അപ്പോൾ അതിപ്പോഴേ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടു. ഭരണം വരും, ഈ ജൂൺ 4 തീയതി കഴിയുമ്പോൾ ആര് ഭരണത്തിൽ വരുന്നു എല്ലാവർക്കും അറിയാം. ആ സമയത്തേക്ക് ഇപ്പോഴേ നമ്മൾ കത്ത് കൊടുത്തു വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് ഒരു ആശ്വാസ നടപടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് ആ നിവേദനം കൊടുത്തത്. പക്ഷേ ഇവിടെ വരുമ്പോൾ മത്സരരംഗത്ത് വളരെ ശക്തരായ ആൾക്കാരാണ്. പ്രേമേന്ദ്രനെ പോലെ പാർലമെന്റിൽ കുറേ അധികം ദീർഘകാലം പ്രവർത്തന പാരമ്പര്യമുള്ള ആൾ, പിന്നെ സഹപ്രവർത്തകൻ കൂടിയായ മുകേഷാണ് മറ്റൊരു സ്ഥാനാർത്ഥി. ഇവരുമായിട്ടുള്ളൊരു സ്നേഹബന്ധവും ആത്മബന്ധമൊക്കെ നേരത്തെയും ആ ഒരു സൗഹൃദം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ പ്രചരണ പരിപാടികളിലൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു വാശിയോ വഴക്കിൻ്റെ ഇലമെന്റ് വരുന്നില്ല. കാരണം ജയിച്ചു പോയ MP-മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയമായി എന്തും നമ്മൾ തർക്കിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജയിച്ചവരെ അംഗീകരിക്കുക. പിന്നെ MP-മാർ തമ്മിൽ ഇന്നവരെ പാർലമെന്റിനകത്ത് ഒന്ന് പിച്ചു എന്നുള്ളൂ പോലും ചെയ്തിട്ടില്ല. അതൊക്കെ സ്നേഹത്തിലേ പോകത്തുള്ളൂ. ബന്ധം അവിടെ നിൽക്കും, പക്ഷേ രാഷ്ട്രീയമാണ്.
നമ്മൾ പറയാനുള്ള വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കണം നമ്മുടെ പ്രവർത്തകരോട്. അല്ലാതെ അവരെ ഇവരെ സൂചിപ്പിച്ചൊന്നും നമ്മൾ പോയിട്ട് കാര്യമില്ല. അവരുടെ പോരായ്മ ചൂണ്ടിക്കാട്ടണം. നമുക്ക് എന്തൊക്കെ ആ പോരായ്മ മാറ്റി ഇവിടെ ചെയ്യാൻ പറ്റും നമ്മൾ പറയുമ്പോൾ അവർക്കത് വേദനിക്കില്ലെന്നുള്ള വിഷയമല്ല. കാരണം അവരവരുടെ കാഴ്ചപ്പാടിൽ പോകുന്നു, ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ. എൻ്റെ പ്രത്യയശാസ്ത്രം വേറെയാണ്, അവരുടെ വേറെയാണ്. എൻ്റെ ഉന്നം ഇത്രേ ഉള്ളൂ. നാടിൻ്റെ നന്മയ്ക്ക് അസാധ്യമായ സാധ്യതകളുണ്ട്. ധനമുണ്ട്, ധനം കൊടുക്കാൻ മനസ്സുള്ളൊരു പ്രധാനമന്ത്രിയുണ്ട്. പക്ഷേ അത് മുഴുവൻ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് സ്ഥാനാർത്ഥി നിലയ്ക്ക് എൻ്റെ കടമയാണ്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ ഞാൻ സ്നേഹബന്ധങ്ങൾക്ക് വില കൊടുക്കാറില്ല. ഇല്ല. അപ്പോൾ കൃത്യമായിട്ടും ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളിവിടെ മുമ്പ് നിലവിൽ നിന്ന് MP കുറിച്ചൊക്കെ വ്യക്തമായ ധാരണകളുണ്ട്. അത് എനിക്കും വേണ്ട, എല്ലാ ജനങ്ങൾക്കും അറിയാം. കാരണം 4 തവണയോളം MP ആയിട്ടിരുന്നൊരു വ്യക്തി, സംസ്ഥാനത്ത് മന്ത്രിയായിട്ടിരുന്നൊരു വ്യക്തി, ഈ വ്യക്തി എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ഈ കശുവണ്ടി മേഖല ഇതേ കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ 2.5 ലക്ഷം തൊഴിലാളികൾക്ക് ജോലി പോയപ്പോൾ ഈ MP എന്ത് ചെയ്തു? ഈ ഇവിടുത്തെ MLA എന്ത് ചെയ്തു? അവർ പറയട്ടെ, അത് ചോദിച്ചേ പറ്റൂ. കളിമൺ, കയറ്, ഇതൊക്കെ ഇതിൻ്റെ അവസ്ഥ എവിടെയാണ്? ഇങ്ങനെ പുറകോട്ടെടുത്ത് നോക്കിയാൽ കൊല്ലം ഇത്രയും, അതായത് ഞാനിപ്പോൾ സഞ്ചരിക്കും കൂടി ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത്, കേരളം ഇങ്ങനെ താഴോട്ട് കിടന്നാലും കൊല്ലം കുറുകെ കിടക്കുന്ന ഇത്രയും നീളത്തിൽ കിടക്കുന്ന ഭംഗി എന്ന് വെച്ചാൽ മലയുടെ മേഖലകളാണ് ഒരു ഭാഗത്ത്. സുന്ദരമായ സ്ഥലം. പുനലൂർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അച്ചൻകോവിൽ അല്ലെങ്കിൽ തെന്മല ഏരിയ. നടുക്കോട്ട് വരുമ്പോൾ കല്ലടയാറ്, അഷ്ടമുടിക്കായൽ, താഴോട്ട് വന്നാൽ കടൽ, ഇവിടെ ഒരു ഹാർബർ. എന്തൊക്കെ സാധ്യത! ടൂറിസം മാത്രം എടുക്കൂ. ഈ 3 മേഖലയ്ക്കും ടൂറിസം സാധ്യത അനന്തം. ഈ യുവാക്കൾക്ക് എന്താണ് വേണ്ടത്? എപ്പോഴും അവർക്ക് ഭംഗിയുള്ള, വേഗതയേറിയ, അതായത് അവർക്ക് ഇന്ന് പണം ചെലവഴിക്കാൻ മനസ്സുള്ളവരാണ്. ചെലവഴിക്കാൻ വേദികളില്ല, സ്ഥലങ്ങളില്ല. അതുകൊണ്ട് എന്താ ഈ കുട്ടികളെല്ലാം ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്നത്? മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് പോകുന്നു, മറ്റ് രാജ്യങ്ങളിലോട്ട് പോകുന്നു. അവരാഗ്രഹിക്കുന്ന സംഭവങ്ങൾ അവർക്ക് ഇവിടെ കൊടുത്താൽ അവരും ആഗ്രഹിക്കുന്നില്ല, എൻ്റെ അച്ഛനമ്മേൻ്റെ കൂടെ ഇവിടെ കഴിയാലോ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടാക്കി നിർത്തണം. ഈ വാടി കടപ്പുറം എടുത്ത് നോക്കുക, ഇത്രയും നീണ്ടൊരു കടൽ. അവിടെ നല്ല ജോഗിങ് ട്രാക്ക്, വാക്കിംഗ് ട്രാക്ക്, വൈകുന്നേരങ്ങളിൽ, അതായത് ആരോഗ്യപരമായിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാം. അവിടെ തന്നെ ബിസിനസ്സിന് സാധ്യതയുണ്ട്. അവിടെ കുറേ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, ഷാക്സ്. ഒന്നും ചെയ്യുന്നില്ല. ഏറ്റവും നല്ല വായു കിട്ടുന്ന സ്ഥലമാണ്. അവിടെ നടക്കാൻ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതായത് യുവാക്കളെ നമ്മൾ ഏറ്റവും, അതായത് ഇന്നത്തെ ഒരു പ്രോബ്ലം ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിത രീതി മാറി. ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പദ്ധതികൾ കൊണ്ടുവരണം. അപ്പോൾ ബാക്കി ശരിയാവും. ആരോഗ്യമില്ലെങ്കിൽ എന്ത് മനുഷ്യൻ? അപ്പോൾ അത്തരം കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും പോകുന്നത്. അതിനുള്ള സാധ്യത മുന്നിലുണ്ട്. അത് ചെയ്യാൻ ഭരണകൂടം വരുന്നു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം. പക്ഷേ അധികാരം കൂടി ഉണ്ടെങ്കിൽ വേഗത്തിൽ ശക്തമായി ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ വ്യത്യാസം. ഇതേപോലെ ഇപ്പോൾ നമ്മൾ ഇത് പറയുന്ന പോലെ നമുക്ക് വളരെ സപ്പോർട്ടീവ് ആവേണ്ടതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അവിടെ ഭാര്യ, 4 മക്കൾ, അവരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയാണ് ഈ കാര്യത്തിൽ? അച്ഛൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, അച്ഛൻ്റെ രാഷ്ട്രീയ ഇതിനോടൊക്കെ അവരുടെ തികച്ചും അനുകൂല നിലപാട് തന്നെയാണോ? 100% പിതാവെന്ന നിലയിൽ, അച്ഛൻ്റെ നിലയിൽ അവർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു അതിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. എൻ്റെ പോരായ്മകൾ അവർ ശക്തമായി ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അതും എനിക്കിഷ്ടമാണ്. കാരണം നമുക്ക് നമ്മുടെ പോരായ്മകൾ മറ്റുള്ളവർ കാണിച്ചു തരുമ്പോഴാണ് ഒരു നല്ല ശതമാനം അറിയുന്നത്. കുറേയൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യങ്ങളൊന്ന്. 2, അവർ പറഞ്ഞു അച്ഛൻ എങ്ങനെയാണ് ചെയ്തു തരുന്നത്? അപ്പം ഞാനും പറഞ്ഞു, ലാസ്റ്റ് സ്റ്റേജ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അതിൽ രാഷ്ട്രീയം എന്നൊരു സാധനമേ ഉപയോഗിക്കേണ്ട കലാകാരന്മാരാണ്. നിങ്ങളെല്ലാവരുമായിട്ട് ഇഷ്ടപ്പെട്ടു പോകേണ്ടതാണ്. നിങ്ങളെന്താ ചെയ്യേണ്ടത്? അച്ഛന് വേണ്ടി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? അച്ഛൻ ജയിച്ചാൽ നിങ്ങളുടെ അനുഭവത്തിൽ എന്താണ്? അത് ജനങ്ങളിലോട്ട് പറഞ്ഞു കൊടുക്കണം. അവരെ ഇഷ്ടപ്പെടുന്നവർ, അതൊക്കെ ഒരു ദൈവാധീനമാണ്. കാരണം ഞാനൊരു വലിയ സൂപ്പർ സ്റ്റാറോ സ്റ്റാർഡം അലങ്കരിച്ചൊരു വ്യക്തിയല്ല. എന്നിട്ട് പോലും എൻ്റെ ഭാര്യയും മക്കളെയും ആൾക്കാർ അളവിൽ കവിഞ്ഞ് സ്നേഹിച്ചു, അവരെ സഹായിച്ചു. അവരുടെ ഓരോ സ്ഥലത്തിലും ഒരു കൊച്ചു കുട്ടികളൊക്കെ വന്നിട്ടാണ്, ഹാന ചേച്ചി ഇഷ്ടമാണ്, ദിയ ചേച്ചി ഇഷ്ടമാണ്, ഇഷാനി ചേച്ചി, അല്ലെങ്കിൽ ഹൻസികയൊക്കെ ഞങ്ങൾക്ക് കൊച്ചാ. ഹൻസിക ചേച്ചി എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ നിനക്ക് എത്ര വയസ്സായി? ഞാൻ 9th പഠിക്കുന്നു. ഓ, അപ്പോൾ ഞാൻ മനസ്സിലായി, എൻ്റെ മക്കൾ വലുതായി, എൻ്റെ മക്കളെ ഇഷ്ടപ്പെടുന്നു. അതൊരു അനുഗ്രഹമാണ്. നമ്മുടെ കഴിവിൽ വരുന്നതല്ല. എത്രയോ കഴിവുള്ളവരുണ്ട്, പക്ഷെ ഇവർക്ക് അംഗീകാരം കിട്ടുന്നു. ആ അംഗീകാരത്തെ ഇതിനകത്ത് പ്രയോജനപ്പെടുത്താൻ വലിയൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അവർ ഇലക്ഷൻ പ്രചരണത്തിലേക്ക് ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇങ്ങോട്ടാണ് അവരുടെ ഒരു സംഭവം. 4 പേര് വരുന്നുണ്ട്, 5 പേരും. അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം സിന്ധു 50 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. ഈ 50 വയസ്സ് കഴിഞ്ഞൊരു കുറവേ നമ്മുടെ പൊതുവെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അവർ മറ്റുള്ളവരുടെ ക്രിയേറ്റിവിറ്റി കാണുന്നു, ആസ്വദിക്കുന്നു. ക്രിയേറ്റീവായിട്ട് അതിനകത്ത് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അതും മറ്റൊരു ഭാഗ്യം. അതുകൊണ്ട് ഇതെല്ലാം കുടുംബം എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെ. കാരണം നമുക്ക് എപ്പോഴും ഒരു കുടുംബമുള്ളപ്പോൾ സ്വീകാര്യത കൂടും. അതും വേറൊരു അനുഗ്രഹം വെച്ചാൽ നല്ലൊരു കുടുംബം, അവരെ അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഏത് വീട്ടുകാരത്തും നമുക്ക് കയറി ചെന്ന് ചോദിക്കാം, ഇയാൾ നല്ലൊരു കുടുംബനാഥനാണ്. ഒരു കുടുംബം നയിക്കാൻ ഇയാൾക്ക് കഴിയുമെങ്കിൽ ദേശത്തെ നയിക്കാൻ കഴിയുമെന്ന് ജനങ്ങൾക്കൊരു തോന്നലുണ്ടാവും. കാരണം ഒരുപാട് യാത്ര ചെയ്തു ഇപ്പോൾ ഇടയ്ക്ക്. ഇതുവരെ മനസ്സിൽ തട്ടി ഏതെങ്കിലും ഒരു അനുഭവം? ഒന്നല്ല, 1000 കണക്കിന്. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട്
ഇതൊക്കെ എങ്ങനെ ഒന്ന് ഹാൻഡിൽ. അപ്പോൾ ഓരോരുത്തരുടെയും കത്തുകൾ, ഓരോരുത്തരുടെയും ഡീറ്റെയിൽ ഇങ്ങനെ മുഴുവൻ കുറിച്ചെടുത്തു. ഞാൻ ആരെന്ന് പോലും അവർക്കറിയില്ല. അറിയാം നടനാണ് മറ്റാൻ. എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നതിൽ എൻ്റെ പ്രായഭേദമന്യേ. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, ഞാനാണെങ്കിൽ ബേസിക്കലി ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച് പോകുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ കൈകളിൽ നിന്ന് ഒരിക്കലും അങ്ങനത്തെ ഒരു റോങ് സംഭവങ്ങൾ വരത്തില്ല. അപ്പോൾ എന്നോട് പലരും പിടിച്ച് വാൺ ചെയ്ത്, കൃഷ്ണകുമാർ വരും ദിവസങ്ങളിൽ നിങ്ങൾ സൂക്ഷിച്ചോണം, നിങ്ങളെല്ലാവരും വന്ന് കെട്ടിപ്പിടിക്കുന്നത്, നിങ്ങളും കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകണം, സ്ത്രീജനങ്ങളാണ് നിങ്ങളെ പോലെ ഒരു ആരോപണം വരാൻ സാധ്യതയുണ്ട്, വളരെ സൂക്ഷിക്കണം. അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിക്കും, ഇതുവരെ സംഭവിച്ചതൊന്നും ജീവിതത്തിൽ നല്ലതും മോശവും നമ്മൾ വിചാരിച്ചതെല്ലാം നമ്മുടെ കഴിവിലല്ല. ആരോപണങ്ങൾ വരും പോകും, അതങ്ങനെയാണ്. എൻ്റെ രീതി അതാണ്. അതുകൊണ്ട് എൻ്റെ രീതികൾ മാറ്റേണ്ട കാര്യം. ഞാൻ ഈ വന്ന് സ്നേഹിക്കുന്ന കരയാണ് സ്ത്രീകൾ പലരും വന്ന് അവരുടെ ജീവിത പ്രശ്നങ്ങൾ പറഞ്ഞ്. അപ്പോൾ എന്നിൽ എന്താണ് അവർക്ക് തോന്നുന്നൊരു വിശ്വാസം ഞാൻ എത്ര ആലോചിച്ചിട്ട് പിടികിട്ടത്തില്ല. എൻ്റെ കണ്ണു നിറയും പലപ്പോഴും, ഉറക്കം പോലും നഷ്ടപ്പെടും. കാരണം ഇതൊക്കെ എന്തുകൊണ്ട് ഇവിടെ ചെയ്തില്ല? കാരണം പണമുള്ളൊരു രാജ്യമാണ് ഭാരതം. ധാരാളം പണമുണ്ട്. പണം കൊടുക്കാൻ മനസ്സുള്ളൊരു വ്യക്തിയാണ്. കൊടുത്താൽ മാത്രം. പക്ഷേ ആ പദ്ധതികൾ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് കേന്ദ്ര സർക്കാരിനായി പോകുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് നിഷേധിക്കപ്പെടുന്നു. എന്നിട്ട് കള്ളം പറയുന്നു, കേന്ദ്രം അത് തരുന്നില്ല, കണക്ക് ചോദിക്കുന്നു. കണക്ക് ചോദിക്കും. നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ വരുമാനം വരുന്നുണ്ട്. ഈ വരുമാനത്തിന് ഉതകുന്ന പണി നിങ്ങൾ ചെയ്തിരിക്കണം. അക്കൗണ്ടബിലിറ്റി എന്നൊരു സാധനമുണ്ട്. ആ കേന്ദ്ര സർക്കാർ ജനങ്ങളിൽ നിന്ന് പിരിച്ച ടാക്സ് തുക തിരിച്ചിവിടെ കൊടുക്കുന്നു ഒരു പദ്ധതിക്കായിട്ടെങ്കിൽ ആ പദ്ധതിയുടെ കണക്ക് കൊടുക്കാൻ നിർബന്ധിതരാണ്, ബാധ്യതരാണ് ഉണ്ട് ഗവൺമെന്റിന്. അല്ലാതെ ജനങ്ങളെ പറ്റിക്കാൻ പറയണ്ടല്ല. അപ്പോൾ ഇത് എക്സ്പോസ് ചെയ്യണം, തുറന്നു കാട്ടണം നമ്മൾ. അതാണ് ഈ ഇലക്ഷൻ്റെ പ്രത്യേകത. തുറന്നു കാട്ടപ്പെട്ട് കഴിഞ്ഞു. ഞാനിത് മുഴുവൻ വോട്ടാവുന്നൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മണ്ഡലല്ലേ. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. ആ മാറ്റം തുടങ്ങിക്കഴിഞ്ഞു. അത് സ്ത്രീകളിലൂടെയാണ് വരാൻ പോകുന്നത്. അവസാനമായിട്ടൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മുടെ തീരദേശത്തോട് ചേർന്നൊരു ഹോട്ടലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ ആഹാര രീതികൾ ഞങ്ങൾ കൊല്ലത്തുകാർ നല്ല മത്സ്യപ്രിയരാണ്. മത്സ്യം നല്ല കിട്ടുന്നത്. അങ്ങനെ ആഹാര ശീലങ്ങളൊക്കെ മാറ്റിയോ ഞങ്ങളുടെ കൊല്ലത്തിന് വേണ്ടിയിട്ട്? ഈ ആഹാര കാര്യങ്ങളൊന്നും വലിയ മാറ്റം വരുത്തേണ്ട കാര്യം. കാരണം തിരുവനന്തപുരത്തും കടൽ തീരമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു, ഞാൻ എല്ലാം കഴിക്കുന്ന ഒരാളാണ്. എല്ലാ ഭക്ഷണവും കഴിക്കുന്നത്. പിന്നെ പ്രായമായി വരുമ്പോൾ നമ്മൾ ചില അസുഖങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഓരോന്ന് ഒഴിവാക്കും. ജീവിത രീതിയൊന്നും നമ്മുടെ വലുതായിട്ട് മാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര മാറ്റാൻ ആഗ്രഹമുള്ള ഒരാളാണ്, മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷെ കൊല്ലത്ത് വരുമ്പോഴും അതേ ഭക്ഷണം നമുക്കിവിടെ കിട്ടും. നല്ല അതിനേക്കാൾ രുചിയേറിയ ഭക്ഷണം കിട്ടുന്നു. എൻ്റെ സുഹൃത്തുക്കളിവിടെ ഉള്ളതുകൊണ്ട് നല്ല ഫ്രഷ് മീൻ കിട്ടും. നീ താമസിക്കുന്ന ഹോട്ടലിൽ ഉടമയും സുഹൃത്തുണ്ട്, നല്ല സംഭവങ്ങൾ തരുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും മാറ്റണ്ട, നമ്മുടെ റൊട്ടീൻ നടക്കുന്നുണ്ട്. അതെ അതെ. എന്തായാലും ഒരുപാട് തിരക്കാണ്. ഇനിയിപ്പം ചടയമംഗലത്തിലേക്ക് യാത്ര പോകാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും റെഡിയായിരിക്കുകയാണ്. എന്തായാലും വിജയത്തിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന് നമുക്കും അറിയാം. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള കരുത്തും എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എൻ്റെ കൊല്ലത്തിൻ്റെ MP ആയിട്ട് വരാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം സുരേഷ്. ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ. സുരേഷിന് വേണ്ടി.